വയനാട്ടിനെയും വയനാട്ടുകാരെയും വയനാട്ടിലേക്കുള്ള യാത്രക്കാരെയും ഉൾപ്പെടെ പ്രതിസന്ധിയിലാക്കിയ താമരശ്ശേരി ചുരത്തിലെ മണ്ണിടിച്ചിലിന് അറുതിയില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ റോഡിലേക്ക് പതിച്ച പാറകളും മണ്ണും നീക്കുന്നതിനിടെ വീണ്ടും മണ്ണിടിഞ്ഞിരിക്കുകയാണ്. അതേസമയം ജില്ലാ പരിധിയിൽ വൻ ഗതാഗത സ്തംഭനമുണ്ടായിട്ടും കോഴിക്കോട്ടെ റവന്യൂ ഉദ്യോഗസ്ഥർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. വയനാട്ടിലെ ഉദ്യോഗസ്ഥരാണ് മലയിടിച്ചിൽ ഉണ്ടായ സ്ഥലത്ത് നിലവിലുള്ളത്. ലിനറ്റ് വർഗീസ് അവിടെ നിന്ന് താമരശ്ശേരി ചുരത്തിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ലിനറ്റ്, ആദ്യം തന്നെ ഇപ്പോഴത്തെ ഗതാഗത പ്രതിസന്ധി, ചില വാഹനങ്ങൾ പോകുന്നത് കാണാം, പക്ഷേ ഗതാഗതം പൂർണ്ണമായി നിയന്ത്രിച്ചിരിക്കുകയല്ലേ അവിടെ? തീർച്ചയായും പിന്നിൽ ഇപ്പോൾ ഇത് താഴെ കുടുങ്ങിക്കിടക്കുന്ന വാഹനങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തേക്ക് വിടുന്നത്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇന്നലെ നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ തന്നെ കണ്ടതാണ്. ഇവിടെ ഉണ്ടായിരുന്ന കല്ലും മണ്ണും ഒക്കെ തന്നെ ഫയർഫോഴ്സും മറ്റ് സന്നദ്ധ സംഘടനകളൊക്കെ തന്നെ വന്ന് ഈ കല്ലും മണ്ണും ഒക്കെ തന്നെ മാറ്റിയതാണ്. ഇന്ന് രാവിലെ ആണ് പുലർച്ചെ വീണ്ടും ഇത്തരത്തിൽ ഇതുപോലെ മണ്ണും കല്ലും ഒക്കെ തന്നെ ഇടിയുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്, ഇത് താമരശ്ശേരി ചുരം എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെടുന്ന ഒരു സ്ഥലമാണ്. അവിടെ 9ാം വളവിലാണ് ഇത്തരത്തിൽ വ്യൂ പോയിന്റിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട കാര്യം, ഈ ഒരു ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഒരു നടപടികളും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ഒരു ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രതിനിധികളോ ജില്ലാ കളക്ടറോ ഒന്നും തന്നെ സ്ഥലം സന്ദർശിച്ചിട്ടില്ല. അതിനുവേണ്ട നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് ഇത്തരത്തിലുള്ള ഒരു ആക്ഷേപമാണ് ആളുകളുടെ ഭാഗത്തു നിന്ന് ഉയരുന്നത്. പ്രത്യേകിച്ച് ഇതിനകത്ത് എടുത്തു പറയേണ്ടത്, ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. നേരത്തെ തന്നെ ഇപ്പോൾ താമരശ്ശേരി ചുരം എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയുടെ ഭാഗമാണല്ലോ. കോഴിക്കോട് ജില്ലയുടെ അതിർത്തിയാണ് താമരശ്ശേരി ചുരം. അവസാനിക്കുന്ന ലക്കിടിയിലാണ് കോഴിക്കോട് ജില്ല അവസാനിക്കുന്നത്. ലക്കിടി വയനാടിന്റെ തുടക്കം കൂടിയാണ്. വെൽക്കം ടു വയനാട് എന്നുള്ള ബോർഡ് അവിടെയാണ് ഇരിക്കുന്നത്, നമുക്കറിയാം. അപ്പോൾ വയനാടിന്റെ ഭാഗമാക്കി താമരശ്ശേരി ചുരത്തെ മാറ്റണം എന്നുള്ളത് പതിറ്റാണ്ടുകളായിട്ടുള്ള ആവശ്യമാണ്. കോഴിക്കോടിന്റെ ഭാഗമായി അതിർത്തിയിൽ ഒറ്റപ്പെട്ട് കിടക്കുന്നത് കൊണ്ടാണ് താമരശ്ശേരി ചുരത്തിന് അവഗണന ഉണ്ടാകുന്നത് എന്ന് അവിടെ താമസിക്കുന്ന ആളുകൾക്കും പരാതിയുള്ള കാര്യങ്ങളിൽ ഒന്നാണ്. ഇപ്പോൾ അവിടെയുള്ള ജില്ലാ കളക്ടർ പോകട്ടെ, മറ്റ് റവന്യൂ അധികാരികൾ പോലും അവിടേക്ക് തിരിഞ്ഞു നോക്കാത്ത സ്ഥിതിയാണോ നിലവിലുള്ളത്? അതാണോ ഈ വിധത്തിൽ ഈ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധിയാണ്? രണ്ടാമത്തേതായി, ഉദ്യോഗസ്ഥരുടെ അലംഭാവം മൂലം ഈ നടപടിക്രമങ്ങൾ വൈകുന്നു എന്നൊരു ആക്ഷേപമുണ്ടോ അവിടുത്തുകാർക്ക്? തീർച്ചയായും പിന്നിൽ ഇത് തന്നെയാണ് ഇവിടുത്തെ പ്രദേശവാസികളൊക്കെ തന്നെ പറയുന്നത്. 2 ദിവസമായിട്ടാണ് ഇത്തരത്തിൽ ഗതാഗതം സ്തംഭിച്ചിരിക്കുന്നത്. എന്നാൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നോ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നോ ഒരു നടപടികളും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഇവിടെ ആക്ഷേപം. ചേട്ടാ, ഇപ്പോൾ 2 ദിവസമായി ഇത്തരത്തിൽ തുടർച്ചയായി മണ്ണിടിച്ചിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, ഗതാഗതം തടസ്സപ്പെടുന്നു, എന്താണ്? അതെ, അത് ഇപ്പോൾ ഏകദേശം 3ാമത്തെ ദിവസമാണ് മണ്ണിടിച്ചിട്ട്. ഇടിഞ്ഞ സാഹചര്യത്തിൽ തന്നെ ഇവിടെ വയനാട് റവന്യൂ ഭരണകൂടങ്ങൾ, ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകൾ ഈ പ്രദേശത്തേക്ക് എത്തുകയും ആ സാഹചര്യം അനുസരിച്ചുള്ള ഒരു പ്രവർത്തനം ഇവിടെ ഏകോപിപ്പിക്കുകയുണ്ടായി. പക്ഷേ സ്വാഭാവികമായിട്ട് പറയാനുള്ളത്, കോഴിക്കോട് ജില്ലയിൽപ്പെട്ട ഒരു പ്രദേശമാണിത്, താമരശ്ശേരി ചുരം എന്ന് പറയുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കലക്ടർ അടക്കമുള്ള, കോഴിക്കോട് ജില്ലാ കലക്ടർ അടക്കമുള്ള ആളുകൾ ഇവിടെ പ്രദേശത്തേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. അത് തികച്ചും പ്രതിഷേധാർഹമാണ്. ഇത് തീർച്ചയായും വയനാട് റവന്യൂ ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധി അടക്കമുള്ള ഭരണകൂടങ്ങളാണ് ഇത് ഇത്രയും നേരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അത് മണ്ണിടിച്ചിൽ ഉണ്ടായ സമയത്ത് തന്നെ, ഞാനിവിടെ സന്നദ്ധ പ്രവർത്തകനാണ്, ആ സമയത്ത് എന്നെ വിളിച്ച് പറയുകയും 2 JCB അടക്കം ട്രാക്ടർ അടക്കമുള്ള സംവിധാനങ്ങളുമായി ഞങ്ങളിവിടെ എത്തുകയും താൽക്കാലികമായി യാത്ര പോകാനുള്ള സംവിധാനങ്ങളോട് ഒരുക്കുകയുണ്ടായി. പക്ഷേ പിന്നെ ഇതിൽ ഒരു ഏകോപന ഇല്ലായ്മ നമ്മളിവിടെ കാണുന്നുണ്ട്. മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, 2 ദിവസമായി തീർച്ചയായും തടസ്സപ്പെട്ട് ആളുകൾക്ക് ഭയങ്കര ആശങ്കയാണ്. കാരണം ഇപ്പോൾ ന്യൂസിലാണെങ്കിലും അവർ ഏകോപനമില്ലാത്തതിൻ്റെ ഒരു വിഷയമാണ് പറയുന്നത്. സ്വാഭാവികമായിട്ട് പറയുന്നത് ഇന്ന് തുറന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആളുകൾ കൺഫ്യൂഷൻ ആവുകയാണ്. ആളുകൾ ഇതിലേക്ക് ഈ റോഡിലൂടെ വരികയാണ്, അല്ലെങ്കിൽ മറ്റു ബദൽ പാതകൾ അവർ സ്വീകരിക്കും. ഒന്നില്ലെങ്കിൽ പൂർണ്ണമായി ഇത് ഒരു ദിവസത്തേക്ക് നിരോധിച്ചിരിക്കുന്നു എന്നുള്ള ഒരു പ്രഖ്യാപനം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അതുകൊണ്ട് വലിയൊരു പ്രയാസത്തിൽ തീർച്ചയായും ഇടപെടണം. കാരണം വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആക്സസ് ഈ വയനാട് ചുരം തന്നെയാണ്. അത് ബാക്കിയുള്ളതൊക്കെ ബദൽ പാതകളാണ്. ഇതിൽ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ചരക്ക് നീക്കം നടക്കുന്നില്ല, മറ്റ് ഹോസ്പിറ്റലുമായിട്ടുള്ള ബന്ധപ്പെട്ട് കാര്യങ്ങൾ നടക്കുന്നില്ല. ആംബുലൻസ് മാത്രം ഇപ്പം നമ്മൾ എല്ലാവരും ഇവിടെ നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള സംവിധാനത്തിലൂടെ കടത്തി വിടുന്നുണ്ട്. പക്ഷേ ഇതൊരു പ്രതിഷേധാർഹമാണ് സ്വാഭാവികമായി. തീർച്ചയായും ആകേണ്ടതാണ്. 2 ദിവസമായിട്ടാണ് ഇത്തരത്തിൽ ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ട രീതിയിൽ തുടരുന്നത്. ചരക്ക് ഗതാഗതങ്ങളൊക്കെ തന്നെ, പ്രത്യേകിച്ച് ലോറികളൊക്കെ തന്നെ അടിവാരത്തും മറ്റ് ലക്കിടി ഭാഗങ്ങളിലൊക്കെ തന്നെ കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. സാധനങ്ങളുണ്ട്, അത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നത്, ഇപ്പോൾ ആ വ്യക്തി താങ്കളോട്, ഇപ്പോൾ ലിനറ്റിനോട് ചൂണ്ടിക്കാട്ടിയല്ലോ, ഒരു ഏകോപനമില്ലായ്മ. അവിടെ എത്തി ഏകോപിപ്പിക്കുന്നതിനൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം,
ഈ വാർത്തകളിലൂടെയും ലിനറ്റ് റിപ്പോർട്ട് ചെയ്യുന്നതിലൂടെയും ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, തെറ്റാണെങ്കിൽ തിരുത്തുക, ലക്കിടിയിൽ വെച്ചാണ് പോലീസ് വാഹനങ്ങൾ തടയുന്നത്, താഴെ അടിവാരത്ത് വെച്ചാണ് പോലീസ് വാഹനങ്ങൾ തടയുന്നത്. അതങ്ങനെ അല്ലെങ്കിൽ തിരുത്തുക. അതങ്ങനെയാണെങ്കിൽ താമരശ്ശേരിയിൽ നിന്ന് വാഹനങ്ങൾ വഴിതിരിച്ചു വിടേണ്ടതാണല്ലോ. കാരണം അവിടെ നിന്നാണല്ലോ കുറ്റ്യാടിക്ക് പേരാമ്പ്ര വഴി പോകാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ വൈത്തിരിയിൽ നിന്ന് വാഹനങ്ങൾ വഴിതിരിച്ചു വിടണം. അങ്ങനെയാണ് കുറ്റ്യാടി ചുരത്തിലേക്ക് വാഹനങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ പാൽച്ചുരം വഴിയുള്ള മറ്റ് മാർഗങ്ങൾ തേടാൻ സാധിക്കുകയുള്ളൂ. എന്തുകൊണ്ടാണ് ഈ വളരെ എഡ്ജിൽ വെച്ച്, അതായത് ചുരത്തിന്റെ തുടക്കത്തിലും അവസാനത്തിലും വെച്ച് മാത്രം വാഹനങ്ങൾ പോലീസ് തടയുന്നത്? അതാണോ ഏകോപനത്തിലെ പാഴ്ചയിൽ പ്രധാനപ്പെട്ടത്? ബിനിൽ, അത് മാത്രമല്ല ഇതിനകത്ത് പറയേണ്ടത്, താമരശ്ശേരി ഭാഗങ്ങളിൽ നിന്നും ശക്തമായ മണ്ണിടിച്ചിലും കല്ലും ഒക്കെ തന്നെ റോഡിലോട്ട് പതിക്കുന്ന സാഹചര്യങ്ങളിൽ യാത്ര പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു എന്നറിയിക്കുന്ന സമയത്താണ് താമരശ്ശേരി ചുങ്കം പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് വഴിതിരിച്ച് മറ്റ് സ്ഥലങ്ങളിലേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ രണ്ട് ഭാഗങ്ങളും, രണ്ടും കോഴിക്കോടും വയനാട് മേഖലകളാണ്. ഈ രണ്ട് സ്ഥലങ്ങളിൽ നിന്നും കൃത്യമായ ഏകോപനം പൂർണ്ണമായി ഒന്നെങ്കിൽ ഇത് നിരോധിക്കണം, അല്ലെങ്കിൽ കൃത്യമായ അത്യാവശ്യ വാഹനങ്ങൾ കടത്തിവിടുന്നു എന്നൊരു സ്റ്റേറ്റ്മെന്റ് രണ്ട് ഭരണകൂടങ്ങളും നൽകിയിട്ടില്ല എന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് നിരോധിച്ചു എന്ന് പറഞ്ഞാൽ പോലും വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട്, അത്യാവശ്യ വാഹനങ്ങളാണ് കടത്തിവിടുന്നത്. ഈ ബിനിൽ പറഞ്ഞതുപോലെ താമരശ്ശേരിയിൽ നിന്ന് തന്നെ ഇതിനെ തിരിച്ചുവിടാനുള്ള ഏതെങ്കിലും ഏകോപനം പ്രത്യേകമായി ഉണ്ടാകണമെന്നാണ്. പ്രത്യേകിച്ച് 2 ദിവസമായിട്ടാണ് ഇത്തരത്തിൽ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നത്. നമുക്ക് നോക്കിയാൽ ഞാനിപ്പോൾ നിൽക്കുന്നതിനടുത്ത് കഴിഞ്ഞ ദിവസം ഒക്കെ നമ്മൾ കണ്ടതാണ്, വലിയ രീതിയിലുള്ള പാറക്കെട്ടുകളൊക്കെ തന്നെ ഈ ഒരു റോഡിലോട്ട് വീണ്ടും വീഴുന്ന ഒരു സ്ഥിതിയുണ്ട്. അത് പരിഹരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് പരിഹരിക്കുന്നതിനൊപ്പം തന്നെ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ആ ബുദ്ധിമുട്ട് ഇരട്ടിയാക്കുന്ന വിധത്തിൽ കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു അലംഭാവം ഉണ്ടാകുന്നു എന്നുള്ളതാണ് അവിടുത്തെ നാട്ടുകാർ ഉൾപ്പെടെയുള്ള സന്നദ്ധ പ്രവർത്തകരും ഉന്നയിക്കുന്ന കാര്യം. ലിനറ്റ് വർഗീസാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.